സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പുളശ്ശേരി. മുതുതല നാലങ്ങാടി EMS ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മുതുതല നാലങ്ങാടി EMS ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് വിജയോത്സവവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചത്. കാരക്കുത്തങ്ങാടി VVAUP സ്കൂൾ വെച്ചായിരുന്നു പരിപാടി നടത്തിയത്. മുഹമ്മദ് മുസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ മാത്രമല്ല, നമുക്കറിയാം ശ്രീലങ്കയിലെ ഭരണമാറ്റത്തിന് കാരണമായത്, അതോടൊപ്പം നമുക്കറിയാം ബംഗ്ലാദേശില് അവിടുത്തെ ഗവൺമെന്റ് മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണമായത്, ഈവൻ നേപ്പാളിലടക്കം വലിയ മാറ്റം ഉണ്ടാകുന്നതിനൊക്കെ കാരണം ജൻസിയാണ് എന്നത് സംശയമില്ല. ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം, വിദ്യാർത്ഥികളുടെ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അതൊരു കാരണം കൂടിയില്ല, ഞാൻ അതിലേക്ക് കടക്കില്ല. പക്ഷെ നമ്മുടെ രാജ്യം വർക്കിംഗ് പോപ്പുലേഷൻ 70% വരുന്ന വർക്കിംഗ് പോപ്പുലേഷൻ, ഏതാണ്ട് 54 മുതൽ 60 വയസ്സ് വരെ അല്ലെങ്കിൽ അതിൽ താഴെ വരെയുള്ള ആളുകളുടെ പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ 25 വയസ്സ് വരെയുള്ള പോപ്പുലേഷൻ നോക്കിയാൽ 40% വരുന്ന ആളുകളാണ് ഇന്ത്യ രാജ്യത്തെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഉള്ളത്. നമ്മുടെ കേരളത്തിൽ ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. കാരണം കഴിഞ്ഞ തലമുറ ഫാമിലി പ്ലാനിങ് വളരെ കൃത്യമായി നടത്തിയത് നമ്മുടെ കേരളത്തിലായതുകൊണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളും പോലെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടുതൽ. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ യങ് പോപ്പുലേഷൻസ് ആണ്. അപ്പോ പറഞ്ഞു വന്നത്, ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ഇനി അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ 25 വയസ്സിൽ താഴെയുള്ളവർക്കാണ് എന്നുള്ളത്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും LSS USS നേടിയവർക്കുമാണ് അനുമോദനം ഒരുക്കിയത്. ഇതോടൊപ്പം ശരത് രാജ് നാലങ്ങാടിയുടെ ആദ്യ പുസ്തകമായ രുദ്രാരവത്തിന്റെ പ്രകാശനവും നടന്നു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല സ്വാസംഘം ചെയർമാൻ E ജയപ്രകാശ്, പരമേശ്വരൻ ഓലാഞ്ചേരി, സ്വാസംഘം കൺവീനർ M പരമേശ്വരൻ, അഡ്വക്കേറ്റ് TP സ്വാമിനാഥൻ, മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. വളരെ പ്രതികൂല രീതിയിൽ സ്വാഗതം പറഞ്ഞ PhD ചെയ്യാൻ വേണ്ടി എല്ലാവിധ ആശംസകളും പങ്കെടുത്ത